ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാല് ഇന്ന് ഞാന് അധികം പൊലിപ്പിക്കണ്ടെന്നറിയാം, തമിഴിൽ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എല്ലാവരും. അപ്പോൾ ഇയറിംഗ്സിന്റെ കളക്ഷനാണ്. അത് ചെയ്യണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു വീഡിയോ ആയിരുന്നു. ശരിക്കും എന്താ പറയാ, വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇയറിംഗ്സിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുവിധം എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അതിൽ മൂന്ന് നാലെണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ജസ്റ്റ് കാണിച്ചാലേ പറ്റുള്ളൂ. കാരണം കളക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് ഓൺലൈനിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് മൂന്നാലെണ്ണേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ കളക്ഷൻ എന്ന് പറയുന്നതും ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അതുപോലെ തന്നെ കമന്റിൽ സജഷൻ കൂടെ ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഇംഗ്ലീഷ് കളക്ഷൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തേനാലും തട്ടിക്കൂട്ടില്ലായിരുന്നു കളക്ഷൻസ് എല്ലാം. ഇങ്ങനൊരു ബോക്സ് ആയിരുന്നു ഞാൻ എൻ്റെ ഗിഫ്റ്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇന്നലെ ചെയ്യാനുള്ള ഒരു ഇതിൽ എല്ലാം കൂടി ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ ടോപ്സിൽ കിട്ടുന്ന പോലെ റെഡി ആക്കി വെച്ചാൽ കുറച്ച് പണിയെടുത്തു. കാണിക്കാൻ കുറേ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട് വെച്ചാൽ ഇതിൽ കുറേ എണ്ണം ഞാൻ എൻ്റെ കസിൻസിന് കൊടുത്തു. ഒരാൾ ഒരു ആവശ്യത്തിന് ചോദിക്കാനുണ്ട്, കല്യാണത്തിന് അങ്ങനെ കൊടുത്തു. കുറേ ഒഴിവാക്കി, കുറേ യൂസ് ചെയ്യാത്തിണ്ടായിരുന്നു. വാങ്ങും ഇങ്ങനെ ഒരു ഭ്രാന്താണ് എവിടെ പോകുമ്പോഴും ഇയറിംഗ്സിന്റെ ഒരു അങ്ങനെ കളക്ഷൻ കൂട്ടി വെക്കണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഞാൻ ഇന്നലെ ചെയ്യുമ്പോഴാ കുറേ എണ്ണം പൊട്ടിപ്പോയി എന്ന് മാത്രമല്ല, ഓരോന്നിൻ്റെ എല്ലാം ഒറ്റ കാണാണ്ടായി. ഓരോന്ന് മാത്രമേ ഉള്ളൂ. കുറേ എണ്ണം ഇന്നലെ വൃത്തിയാക്കുന്ന രീതിയിലായിരുന്നു പൊട്ടിയിട്ട് കണ്ടു. നല്ല ജുമിക്കായിരുന്നു, കുഞ്ഞു ജുമക്ക. ഇതൊന്നും നല്ല ഇന്നലെ ഇതിന്റെ ഒന്നും കാണുന്നില്ല. ഹായ് പറ. ഓക്കെ പോയിക്കോ. സിനിമയുടെ പിടിച്ചിട്ടുണ്ട്, കടലാസ് മൊത്തം കൊണ്ട് നോക്കാൻ വേണ്ടി എത്തിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ എല്ലാം ഇതൊക്കെ പോയി കാട്ടാം. ഞാൻ പൊട്ടിക്കാതിരിക്കാൻ ഇന്നലെ ഞാൻ നല്ല എടുപ്പ് രക്ഷാക്കുന്ന ഇടയിലാണ് പൊട്ടിപ്പോയത്. കുറെ ഇന്നലെ ഞാൻ ശരിക്കും ഞാൻ എഴുതി കയ്യിൽ ഡാൻസിലേക്ക് കാണുന്നത് എന്താ പറയുന്നത്, എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലും സംശയമാകുമ്പോൾ നോക്കും. പെട്ടെന്ന് കണ്ട അതിന്റെ പേര് നോക്കിയിട്ടല്ലോ ഇങ്ങനെ തുണിഞ്ഞു കൂടിയെന്ന് പറയേണ്ടത് ഇതായിരുന്നു. അപ്പൊ ഇന്നലെ ഇതിന്റെ സെറ്റാക്കി നമുക്കൊരു 9 മണിയായിട്ട് കാണിച്ചു തരാം. ഒരു സമയത്ത് അതിലെന്റെ പ്രകാശത്തിന്റെ കാരണം നിങ്ങളെ ഞാൻ വാങ്ങിയത് കുറെ നല്ല അടിപൊളി കമ്പനിയുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാത്ത കമ്പനൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെയിലുള്ള മെയിനായിട്ട് കാണിച്ചു വേണ്ടിയിട്ടുണ്ട് ഉള്ളത് ഞാൻ ഓൺലൈനിൽ വാങ്ങി കൊടുത്തതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ കപ്പൽ മാത്രം ഞാൻ യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ബാക്കിയെല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതിന്റെ ട്രഡീഷണൽ ലുക്കിനുള്ള ഇതെന്റെ എൻഗേജ്മെന്റിന് വാങ്ങിയ കമ്മലാണ് കേട്ടോ. എൻഗേജ്മെന്റിന് ഞാൻ എടുത്ത് 5 years ആയി, 6 years ആയി കമ്മല്. ഇതങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ട്രഡീഷണൽ ലുക്കിൽ ഞാൻ എൻ്റെ മറ്റേ ഈ ഒരു വീഡിയോ ഇല്ലേ, ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക്, അതിൽ ഇതാണ് യൂസ് ചെയ്തത്, ഈ ഒരു കമ്മല്. അങ്ങനെ എന്തിനെങ്കിലും പോകുമ്പോൾ ഇത് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഓക്കെ, അതവിടെ വെക്കട്ടെ. നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഇട്ടിച്ചെല്ലാം കാണിച്ചു തരാം കേട്ടോ. കാരണം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൺലൈനിൽ വാങ്ങിയത് മാത്രമേ കാണിച്ചു തരാം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് 1 by 1 കാണിച്ചു തരാനേ പറ്റുള്ളൂ എനിക്കിത്. ഓക്കെ, ശരിക്കും ഒന്നും എന്താ പറയണ്ട, എങ്ങനെ ചെയ്യണം ഒന്നും ഇല്ലാതെ എനിക്കൊരു നിശ്ചയമില്ലാത്തൊരു വീഡിയോ ആണെങ്കിൽ. അപ്പൊ കലക്ഷൻസ് കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കലക്ഷൻസ് കാണിച്ചു തരാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓൺലൈനിൽ വാങ്ങിയ ഒരു കമ്പനി ഇത് എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയത് തന്നെയാണ്. കണ്ടിട്ട് നല്ല റേറ്റിംഗ് ഉള്ളതാണ്. ഇത് എവർ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് വാങ്ങിയത്. എവർ സ്റ്റൈലിഷ് ഇതിലാണ് വൈറ്റ് കുർത്തീസ്, അതുപോലെ തന്നെ ട്രഡീഷണൽ ലുക്കിൽ ഉണ്ടാവും. നല്ല സാരീസ് ഒക്കെ ഇടുമ്പോൾ ഉണ്ടാവും.
എന്താ പറയാ, ഒരു അത്ര അധികം വലിയ വെയിറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ എന്താ പറയാ, വലിയ റേറ്റ് ഒന്നുമില്ല. ജസ്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇതിനടുത്ത് ഞാൻ എന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്ക്സ് കൊടുക്കാം കേട്ടോ. ഓൺലൈനിൽ വാങ്ങിയ ഇയറിംഗ്സിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാൻ ആവശ്യമുള്ളതാണ്. നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ എനിക്ക് ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു 1 year ആവാനായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് റേറ്റ് പറഞ്ഞില്ലേ, എല്ലാം ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് നിശ്ചയമില്ലാത്ത വീഡിയോ ആയതുകൊണ്ട് ഒന്നും ഞാൻ നോക്കിയിട്ട് ഓർഡർ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിലൂടെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. ഓക്കെ, കളേഴ്സ് ഉണ്ട് ഇതിന്റെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ ഇതാണ് ഗൈസ് ഫസ്റ്റ് ഞാൻ വാങ്ങിയ ഒന്നാമത്തെ ഇയറിംഗ്. അപ്പോ സെക്കൻഡ് വൺ ഇതാ. ഇത് നിങ്ങൾ ഏകദേശം കുറെ പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും എവർ സ്റ്റൈലിഷ് എന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു 2 to 3 years ആയിട്ടുണ്ടാവും ഇത് വാങ്ങിയിട്ട്. ഞാൻ ഇത്രയും വലിയ ഇയറിംഗ്സ് ആയതുകൊണ്ട് തന്നെ ഇത് വെയ്റ്റ്ലെസ് ആണ്. ഞാൻ വാങ്ങുന്ന എല്ലാം വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. എനിക്ക് വെയ്റ്റിലെ കമ്മലൊന്നും ഇഷ്ടമല്ല. അതുപോലെ തന്നെ വലിയ കമ്മലോടാണ് താല്പര്യം. അതുകൊണ്ട് കൂടുതൽ എന്തായാലും വലിയ കമ്മലാണ് ഉള്ളത്. അപ്പൊ വെയിറ്റ് ഉണ്ടായിക്കൂടാ, പക്ഷെ വലിയ കമ്മലായിരിക്കണം. അങ്ങനെയാണ് എന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇത് മെറ്റലാണ്. ഞാൻ എന്താ പറയാ, ഇത് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഷൂട്ട് ഉണ്ടാകുമ്പോഴാണ് ഇത്രയും എന്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഡാൻസ് ഷൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അധികം ഇങ്ങനെയുള്ള വലിയ കമ്മലാണ് യൂസ് ചെയ്യുന്നത്. കാണാൻ അത്യാവശ്യം ഭംഗിയല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഫംഗ്ഷൻ റിസപ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. അത്യാവശ്യമുള്ള വലിയ വലുതാണ്. ശരിക്കും ഹൈറ്റിൽ തന്നെ കഴിയാത്ത രീതിയിൽ എനിക്ക് ഒരു കട തുടങ്ങിക്കൂടെ. പിന്നെ എവിടെ പോയാലും വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയായി ഇങ്ങനെ എന്താ പറയാ, ഒക്കെ ഇട്ടിട്ട് പൂമിട്ടയിലൊക്കെ കിട്ടിയ കുറച്ച് അടിപൊളിയായി. ഓക്കെ, മാത്രമാണ് പെട്ടെന്ന് ഇതൊന്ന് തീർക്കാം. കുറെ ഉണ്ടല്ലോ. അപ്പൊ ഓൺലൈനിൽ വാങ്ങിയ കമ്പനിന്റെ എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കും. ബാക്കി ഇതില് ഓൺലൈനിൽ വാങ്ങിയ കമ്പനി എന്റെ വീട്ടിലാണ്. ഞാനൊന്നും പറഞ്ഞില്ല, പ്രതീക്ഷിക്കാതെ ചെയ്തതുകൊണ്ട് ഇവിടെ വരുമ്പോ ഞാൻ ആ കമ്മലെ സൈഡ് വെച്ചു ഉണ്ടായ കമ്പനി കണക്ഷൻ കുറച്ച് കമ്മൽ അങ്ങനെയാണുള്ളത്. ഇതിന്റെ ഞാൻ അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നല്ല കമ്മലാണ്, നല്ല തന്നെ നല്ല കമ്മലാണ്. മുക്ക വിത്ത് ഒരു മയിലിന്റെയാണ്, മയിൽപ്പീലിന്റെ ഒരു ഇത് എന്താ പറയാ, ഞാന് ഒരു ചന്തയിൽ തന്നെ ഇത് നാട്ടിലൊരു തെയ്യത്തിന് വാങ്ങിയതാണ്. അങ്ങനെ എല്ലാം തെയ്യത്തിന് വാങ്ങിയത് പറയാനേ ഉണ്ടാവും. കാരണം എല്ലാം തെയ്യത്തിന് പോകുമ്പോഴാണ് ഞാൻ അധികം വാങ്ങുന്നത്. ഇത് ഇട്ടിട്ട് കാണിച്ചു തരണോ? ഇട്ടിട്ട് കാണിച്ചു തരാനാവുമ്പോ കുറേ ലോങ് ആവും വീഡിയോ. അതുകൊണ്ടാണ് ഓൺലൈനിൽ വാങ്ങിയത് മാത്രം ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാനാണ്. ഒന്ന് മാത്രം ഇട്ട് കാണിച്ചു തരാം. നല്ല ജുമക്കയാണ്. അപ്പൊ നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ ഒരു മയിലിന്റെ കുഞ്ഞു ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതും ഞാൻ വല്ലപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോ ഇടും. എല്ലാം എന്നാ അറിയുന്നത് ശരിക്കും നല്ല തിരക്കിലൊക്കെ റെഡിയാവുന്നെങ്കിലും ചാട വളരെ കിട്ടുന്നു. എല്ലാം നോക്കിയത് ഓക്കെ ഇതെങ്കിലും ഇത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് പോവാറുള്ളത്. പിന്നെ നെക്സ്റ്റ് ഇതിൽ ഏകദേശം എന്താ പറയുക, എല്ലാം സാധനം ഡിഫറെന്റ് ആണ്. പക്ഷെ എല്ലാത്തിനും എന്താ പറയുക, ഒരു ജുമക്ക അല്ലെങ്കിൽ ഇങ്ങനെ മെറ്റലാണ്. ഇതിന് കൂടിയുള്ള ഒരു മെറ്റൽ സെഡ് കമ്പനിട്ട് സെഡ് ഞാനുണ്ട്, ഇതിലുണ്ടാവും ഇതുണ്ടാവും. പക്ഷെ സെഡ് ഞാൻ ആവശ്യമാണ്. അപ്പൊ നെക്സ്റ്റ് ഈ ഒരാഴ്ച ആവാൻ അതിന്റെ തന്നെ ഇതിന്റെ വേറെ അല്ല, പക്ഷെ ഇതിന്റെ ഒരു വേറെ ഡിഫറൻസ്. ഇത് റൗണ്ട് ആണെങ്കിൽ ഇതിന്റെ ഇവിടെ ഏകദേശം എന്താ പറയാ, ഒരു യൂസ് ചെയ്തിട്ടില്ല. ഇത് വാങ്ങിയിട്ട് ഇതിനൊരു കഥയുണ്ടായിരുന്നു. ഇത് വാങ്ങിയിട്ടില്ലേ, നമുക്ക് ഈ ഒരു സംഭവം അറിയാം. ഇത് കുറച്ച് വലുതാവും. നമ്മൾ ഇത് ഇടുമ്പോ ചിലപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഊരി വരാറുണ്ട് കമ്മല് കാതിന്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം
ആ ഒരു സാധനം ഞാൻ ഇങ്ങനെ മുകളിലോട്ട് അകത്തിയ സമയത്ത് ഇതങ്ങനെ തന്നെ ഊരി വന്നതല്ല കിളകി വന്നു. അയ്യോ ഞാൻ പറയുന്നത് എന്റെ ജീവൻ പോയ പോലെ. കാരണം പുതിയ കമ്മൽ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് ഞാൻ തെയ്യത്തിന് പോയിട്ട് വാങ്ങിയതാണ്. അപ്പൊ എന്നിട്ട് എന്റെ പ്രകാശ് ചേട്ടൻ കാരണം ഇന്നലെ ഞാനത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഞാനത് റെഡിയാക്കാത്ത കാര്യം ഓർമ്മ വന്നത്. പിന്നെ വേഗം കയറിയിട്ട് കൊണ്ട് ഒട്ടിച്ചു വിട്ട് ഞാനിത് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഓരോ കവറിലായിട്ട് ഇങ്ങനെ ചെയ്ത് കുത്തി കൊടുത്ത് ചെയ്യുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഞാനത് ചെയ്തത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലായിരുന്നു. ഇത് ഞാന് മൂകാംബിക പോയ ടൈമിലും കുറച്ച് കമ്മല് വാങ്ങിയത് മറക്കും. നല്ല അടിപൊളിയാണ്. കാണാനൊക്കെ ഭംഗി. നല്ലൊരു വൈറ്റ് സ്റ്റോൺ ആണ് വെച്ചാല് സ്റ്റോൺ വൈറ്റ് അല്ല, മിക്സ്ഡ് കളർ, ഷൈനിങ് ആണ്. ഭയങ്കരമായിട്ട് എന്താ ഒരു എല്ലാം ഷെഡ് ഒരു ബ്ലൂ യെല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്ത നമ്പറാണ്. നമ്മൾ കുട്ടീസിനെ യൂസ് ചെയ്യാം. സാധനം അങ്ങനത്തെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാം മറ്റു തന്നെയാണ്. ഞാൻ ഇത് കഴിഞ്ഞ ഗുരുവായൂർ പോയിട്ട് എന്റെ വന്നു. നല്ല ഭംഗിയില്ലേ? ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നത് കുറവാണ്. ഞാൻ ആ സമയത്ത് വാങ്ങുമ്പോ ഒരു ട്രിന്നില് 1-2 തവണ യൂസ് ചെയ്യും, പിന്നെ അതവിടെ വെക്കും. അപ്പോ നെക്സ്റ്റ് ഇതുപോലെ തന്നെ കുഞ്ഞു വേറൊരു ജുംക്ക. ഇത് സൗണ്ട് വരും കണ്ടോ? കുഞ്ഞു ജുംക്ക. ഒരു ബ്ലാക്ക് അല്ല, ബ്ലാക്ക് ടൈപ്പ് ഒരു ബ്ലാക്ക് സ്റ്റോൺ വരുന്നുണ്ട്. ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ സ്റ്റോണാണ്. ഇതും അത്യാവശ്യം കുഞ്ഞ്. ഇതെല്ലാം ജസ്റ്റ് ഞാൻ എവിടെയെങ്കിലും അത്യാവശ്യം ഇവിടെ അടുത്ത് പോകുമ്പോൾ ടൗണിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. വേറൊരു വൈറ്റ് സ്റ്റോൺ വരുന്നത്. എല്ലാം സെയിം വാങ്ങണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങക്കാനോ എടുക്കുന്നത്. ഒരു മൂഡാണ് ശരിക്കും പറഞ്ഞാല്. ചിലപ്പോ കുറെ കമ്പനി കാണുമ്പോ ഒന്നും എടുക്കാതെ വന്നിട്ടുണ്ട് 1-2 തവണ. കാരണം വേണം കുറെ ഇത് കഴിയുമ്പോൾ കഴിച്ചിട്ട്. പക്ഷെ എന്തെങ്കിലും ഒന്ന് വാങ്ങാനുണ്ട്. അവിടെ പോയാലൊന്നും വാങ്ങാതിരിക്കില്ല. അപ്പൊ കാണുമ്പോ എന്താവും, ഇത് ഉണ്ടല്ലോ എന്നുണ്ടാവും. കൂടുതൽ പഴക്കമുള്ള ഒരു കമ്പനിതാണ്. പോയി ശരിക്കും ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷെ ഇതെന്റെ ഓർമ്മക്ക് വന്നു. ഓർമ്മക്ക് നല്ല ഞാൻ എന്റെ ഇതിന്റെ ചെല്ല് രണ്ടും കോഴിക്കോട് SM സ്ട്രീറ്റ് വാങ്ങിയതാണ്. ഇതൊക്കെ പോയി വേണ്ടാവും. ഇതിനൊരു കണ്ണാടി ഉണ്ട്. സിൽവർ ബ്ലാക്കും രണ്ടും ചെറുതാണ്. കോഴിക്കോട് SM സ്ട്രീറ്റിന് ഇതേക്ക് സമയത്ത് കോഴിക്കോട് ആ ടൈമില് വാങ്ങിയതാണ്. അപ്പൊ ഇത് ഞാൻ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇത് വൈറ്റ്, പക്ഷെ ബ്ലാക്ക് സ്റ്റോൺ എന്തെങ്കിലും ബ്ലാക്ക് ഉണ്ടാവും. ഇത് ചെയ്യാറില്ല, പക്ഷെ ഞാൻ കളഞ്ഞു. ഇങ്ങനെ കുളത്തുന്ന ടൈപ്പ്. ഇങ്ങനെയുള്ള ടൈപ്പ് ഞാൻ വാങ്ങാനേ ഇല്ലാട്ടോ. ഇപ്പൊ ഇതൊക്കെ കുറെ മുന്നേ വാങ്ങിയ സാധനം. ഇത് ഞാൻ എപ്പോഴെങ്കിലും കണ്ടാലിടും തോന്നുന്ന പോലെയാണ്. പ്രസന്റേഷൻ കിട്ടിയത് കാണിച്ച. ഇതിപ്പോഴും ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അബിൻ. അവൻ പോളിന്ന് ഗോവയിലെങ്ങാനും ട്രിപ്പ് പോയില്ല. അവൻ പോയ സമയത്ത് എനിക്ക് വാങ്ങി തന്നതാ. അപ്പൊ ഞാനത് ഒരു ഓർമ്മയ്ക്ക് വെച്ചതാണ്. ഓൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവുമായിരിക്കും. അപ്പൊ ഇതൊക്കെ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പോയിട്ട് അതിന്റെ സോണൊക്കെ പോയി. പക്ഷെ പ്രസന്റേഷൻ കിട്ടിയതൊന്നും ഞാനൊന്നും കളയാറില്ല. ഇത് സ്റ്റോണ്. അപ്പം ഇത് ഇപ്പൊ യൂസ് ചെയ്യാറില്ല, സ്റ്റോണൊക്കെ പോയതുകൊണ്ട്. പക്ഷെ ഇത് ഓർമ്മക്കെടുത്താണ്. അതുപോലെ ഇത് എന്റെ ആപ്പന്റെ മോൻ സ്കൂളിൽ ട്രിപ്പ് പോയി. പിന്നീട് മൈസൂർ കൂട്ടി പോയ ടൈമില് വാങ്ങിയത്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് അപ്പൊ എന്റെ ഹസ്ബൻഡ് വാങ്ങി തന്ന കമ്മല് 1-2 പൊട്ടിപ്പോയി. അപ്പൊ ഇതൊക്കെ ഹസ്ബൻഡ് വാങ്ങി തന്നെ തന്നെയാണ്. ഇതിനൊരു മാല കൂടി ഉണ്ടോ? മാല കൂടി
അത് 1-2 എണ്ണം പൊട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുഞ്ഞു കമ്മല് പറയുമ്പോഴാണ് പിന്നെ ഇത് ഞാന് ചെറിയ എന്താ പറയാ ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. കുഞ്ഞു കമ്മലൊക്കെ ഡെയിലി ഞാൻ ചിലപ്പം മോനെ വണ്ടിയിലൊക്കെ പോകുമ്പോ റിങ്ങൊക്കെ ഇതിൽ കുറവാണ് കമ്മൽ. ഞാനൊരു ജുമുട്ടിയുള്ള കമ്മലാണ് ഉള്ളത് കൂടുതൽ. ഇതിനിടയിലെ കസിന് കൊടുക്കും. ആള് കമ്മല് കണ്ടിട്ട് ഞാൻ ഇടാത്തത് കൊടുക്കും. നെക്സ്റ്റ് ഉള്ളത് ഇത് ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല ഗൈസ്. പോയോ ഒരു ദിവസം ഞാൻ ഒരു റിസപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി എനിക്ക് ഇത്ര വലുതൊന്നും ഇഷ്ടമല്ല. ഞാൻ സംഭവം ഇത് മൈസൂര് ട്രിപ്പ് പോയ സമയത്ത് വാങ്ങിയതാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. നല്ല ഉണ്ട് കാണാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയ ടൈമില് ഇതൊരു അബദ്ധം പറ്റിയതാണ് ഗൈസ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ വെച്ച് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ അത്യാവശ്യം ഇവിടെ നിൽക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല തോന്നി. പിന്നെ ഇത് ഇടുമ്പോഴല്ല തിരിഞ്ഞത്. ശരിക്കും നമ്മുടെ ഓൾസ് നമ്മളിത് ഇടുമ്പോ ഇത്ര താഴെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പെട്ട പോലെ ആയിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് ഞാൻ താത്തിട്ടാണ് ഞാനിപ്പോ നോക്കാനുള്ളത്. ശരിക്കും നമ്മൾ ഈ ചെയ്യുമ്പോ ഇവിടെ ഇത്ര വലുത് ഞാൻ ഇനി എന്തെങ്കിലും നമുക്ക് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാലോ. ബ്ലാക്ക് ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുവാണ്. കളഞ്ഞിട്ടില്ല, കളഞ്ഞതല്ലേ ഇല്ല. കാരണം ഇത്ര വലുത് എന്റെ വീട്ടിലാരും വാങ്ങി യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇതാർക്കും വേണ്ട. കുഞ്ഞു ചൂട്ടം ഇതെന്റെ ഹസ്ബൻഡ് എനിക്ക് കൂടുതൽ വരുമ്പോ വാങ്ങിയതാണ്. അപ്പൊ ആള് വാങ്ങിയത് 1-2-3 ഉണ്ടായി. ഒന്ന് പൊട്ടിട്ട് ഇതിലുണ്ട്. ഇതെല്ലാം ഞാൻ വൃത്തിയാക്കുമ്പോ എന്നോട് പറഞ്ഞു ഞാൻ വാങ്ങിയ ഒരു കമ്പനിക്കാണ്. ഞാൻ 1-2 കാണിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അതെല്ലാം സംഭവം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എല്ലാം ഒന്നിച്ച് കുഞ്ഞു കമ്മലൊക്കെ പ്രശ്നം എല്ലാം ഞാൻ ഇതുവരെ ഇപ്പൊ വെച്ചോളൂ പ്രോഗ്രാം പൊട്ടിപ്പോയി മാറ്റുന്നില്ല. അപ്പൊ ഇതിൽ നല്ല ഞാൻ പറയാം പൊട്ടിപ്പോയ കമ്പനി ഞാൻ ആക്കി കുറച്ച് നല്ല കമ്പനി. അപ്പൊ ഓക്കെ കമ്പനി നല്ല എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. മറ്റേത് ചോദിക്കാം ഇത് മൂകാംബിക പോയ ഒരു 1 ടൈം മൂകാംബിക പോയ ടൈമില് വാങ്ങിയതാണ്. ഓക്കെ നെക്സ്റ്റ് അപ്പൊ നെക്സ്റ്റ് ഇതൊരു കുഞ്ഞ് സ്റ്റഡല്ല, ജസ്റ്റ് ചെറിയൊരു ഇടും. ഞാൻ ഇപ്പൊ ജീൻസ് അങ്ങനെ എന്തെങ്കിലും ഇടുമ്പോ ഇത് തരുന്നില്ല. ഇപ്പൊ സ്റ്റഡ് പറയുന്ന ഒന്നുമില്ല. കാരണം ഞാൻ സ്റ്റഡ് ഉണ്ടായതെല്ലാം പിന്നെ കുറച്ച് സ്റ്റഡ് ഇതിൽ പൊട്ടിപ്പോയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്റ്റഡ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതൊരു നൈസ് കമ്മലാണ്. ഇത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ ഇത് പറയുന്നത് ഈ ബോൾ വെക്കും. എന്നിട്ട് ഇതിലേ നമ്മള് ഹോൾസിലേക്ക് ഇട്ടിട്ട് ഈ ബോൾ നമ്മളിങ്ങനെ ഒരു മാഗ്നറ്റ് ആണ്. എനിക്കിങ്ങനെ ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ പക്ഷെ ഇത് ഓൺലൈനിൽ വാങ്ങിയതല്ല. ഞാനൊരു ഷോപ്പിൽ കണ്ടിട്ട് ജസ്റ്റ് ഇവരെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ എന്ത് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താണ്. ഇത് എന്റെ ഷൂട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ജസ്റ്റ് കാണിക്കട്ടെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്റ്റാർ നമ്മളെന്നിട്ട് ഇത് ഹോൾസിലേക്ക് ഇടും. ഇത് താഴെ ഈ ഹോൾസിൽ നമ്മളിട്ടുള്ളൂ മാഗ്നറ്റ്. നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇടുമ്പോ ഇതിന് സെയിം ആക്കിയിട്ടിടുന്നത് സെയിമിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോൾ മുകളിൽ കഴിച്ചിട്ട് ഇത് താഴെ വേണം, ഇത് ട്രയാങ്കിളുള്ള താഴെ വേണമെങ്കിൽ ഇടാം. ഈ ബോർഡ് ആർക്ക് ട്രയാങ്കിൾ മുകളിൽ ഇടാം. നിങ്ങളുടെ ഇഷ്ടമാണ്. പറയുന്നു നല്ല രസാട്ടാ. ഓക്കെ അപ്പൊ ഇത്രയാണ്. ഇത്ര നേരം എന്നെ സഹിച്ചതിൽ നന്ദി. അപ്പോ കളക്ഷൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ചെയ്തത്. പറഞ്ഞില്ല, സജഷൻ വന്നതുകൊണ്ടാണ്. ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. അപ്പൊ എന്തായാലും
പിന്നെ ഞാനിതാ ഇപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കറന്റ് ഞാൻ ഇട്ടിട്ട് ഞാൻ ചെയ്തതാ കുഞ്ഞു സ്റ്റഡ്. ഇതും ഞാൻ നാട്ടിൽ നിന്ന് ഒരു വാങ്ങിയത്. ഇതൊക്കെ ഞാൻ ജീൻസ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. നല്ലൊരു ഹാർട്ട് വരുന്നത് പക്ഷെ കുറെ ഉണ്ട് കണ്ടോ. ഇത് നല്ലൊരു ഇയറിംഗ് ആയിരുന്നു. ഇതെന്റെ ഏട്ടന്റെ വൈഫ്, അതായത് ഹസ്ബൻഡിന്റെ ഏട്ടന്റെ വൈഫ് ഗോവയിന്ന് വരുമ്പോ കൊണ്ടുവന്നതാണ്. ആള് വാങ്ങിയിട്ട് ആളിങ്ങനെ വാങ്ങും, പക്ഷെ ആൾ ഇത് യൂസ് ചെയ്യാറില്ല തോന്നി. ഇങ്ങനെയുള്ള വലിയ കമ്മൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ എനിക്ക് തന്നതാണ്. പക്ഷെ ഇതിന്റെ 1-2 തവണ യൂസ് ചെയ്തു. പക്ഷെ ഇതിന്റെ ഇതാ ഈ സാധനം ഇതിന്റെ ഇടാനും പറ്റുന്നില്ല. ഈ ഒരു സാധനത്തോടെ ഉണ്ട്. ാണ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. നമ്മുടെ അത്യാവശ്യം ഒരു വെറൈറ്റി സാധനമല്ലേ, യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഈ കുഞ്ഞ് സ്റ്റഡ് എന്ന് പറയുന്നത് സിൽവറിൻ്റെ കമ്മലാണ്. ഇത് ഞാൻ എൻ്റെ ഏട്ടൻ്റെ ജ്വല്ലറിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് സിൽവറിൻ്റെ ഓർണമെൻറ്റ്സ്. വേണമെങ്കിൽ നീലേശ്വരം ഭാഗത്തുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. നീലേശ്വരം വിനീത് ജ്വല്ലറിയാണ് ജ്വല്ലറിൻ്റെ പേര്. ഒരുപാടുണ്ട് കളക്ഷൻസ്. ഞാൻ അവിടെ തന്നെ 1-2 വാങ്ങി. എനിക്ക് ഈ സ്റ്റഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വാങ്ങിയത്. പക്ഷേ ഇത് പൊട്ടിപ്പോയി ഗൈസ്. ഈ ഒരു സ്റ്റഡ് എന്ന് പറയുന്നത് ഇതെൻ്റെ അമ്മ വാങ്ങിയതാണ്. അമ്മയുടെയാണ്. ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് പൊക്കിയതാണ്. അമ്മ യൂസ് ചെയ്തുകൊണ്ടായതാണ്. അപ്പോൾ ഇതിൻ്റേതും ഒന്ന് കാണാണ്ടായിപ്പോയി. ഇതിൻ്റെ സ്റ്റോണൊക്കെ 1-2 ഇളകിപ്പോയി. പിന്നെ ഈ പറയുന്ന 2 ബട്ടർഫ്ലൈയുടെ കമ്മൽ, ഇതും അടിപൊളിയാണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ സ്റ്റഡിൻ്റെത്. ഞാൻ ജീൻസൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെത്. ഇതും ഞാൻ നാട്ടിൽ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ വീഡിയോ. ഒരുപാട് ഇയർ റിങ്സ് 1-2-3-4 വിട്ടിട്ടുണ്ട്, മിസ്സായി പോയി. അതെൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ലിങ്ക്, അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം എന്നെ ക്ഷമിച്ചതിൽ ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ഇത് 2ാമത് വോയിസ് ഓവർ ചെയ്തതാണ്. ഒന്നും തോന്നരുത്, എന്തോ ഒരു എഡിറ്റിങ്ങിൽ ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി. ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ച് അപ്പായി പോയതുകൊണ്ട് പകുതി വെച്ച് എനിക്ക് 2ാമത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. ചെറിയ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്, ഒന്നെല്ലാവരും ക്ഷമിക്കണം. ഈ ഒരു പ്രോബ്ലം കൊണ്ട് ആരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കരുത്. ഓക്കെ, പിന്നെ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് എറർ ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോഴും പറഞ്ഞതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ടാറ്റാ.